സ്തോത്രം. കർത്താവിൻ്റെ നല്ല വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എവിടെ പ്രതിസന്ധി വരുന്നോ, എവിടെ ഞെരുക്കങ്ങളുണ്ടാവുന്നോ, എവിടെ തൻ്റെ പ്രിയ ജനത്തിനെ അല്ലെങ്കിൽ കർത്താവിനെ വിളിക്കുന്ന, കർത്താവിനെ വിശ്വസിക്കുന്ന ആരുടെങ്കിലെയൊക്കെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു മുന്നോട്ട് വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അന്ന് തിരിച്ചറിയണം, അതിൻ്റെ തൊട്ട് മുമ്പിൽ ഇനിയും ഒരു വലിയൊരു ജയമുണ്ട്. ഹല്ലേലൂയ. ആർക്കും പിടിച്ച് നിർത്താൻ പറ്റാത്ത വണ്ണം ഒരു മുന്നേറ്റമുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ തടയാൻ പറ്റാത്ത വണ്ണം ഒരു വർധനവുണ്ട്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ പുറകെ നടക്കും. അതിൻ്റെ അടയാളമായി കാണുന്ന എന്ന് ഉള്ള ഒരു തിരിച്ചറിവുണ്ടാകണം. എന്നിട്ട് ക്ഷമയോടെ, ഹല്ലേലൂയ, വലിയ ക്ഷമയോടെ സ്തോത്രം പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ, മുന്നേറുവാൻ. തിരുവചനം പറയുന്നു, അവൻ്റെ കൈ കീഴിൽ, അവൻ്റെ ഭുജത്തിൻ കീഴിൽ താണിരിപ്പിൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ താണിരിപ്പിൻ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ആ പ്രതിസന്ധി അത് മാറിപ്പോകും. ആ പ്രതിസന്ധിക്ക് പകരം അവിടെ വലിയ അത്ഭുതം കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിനകത്ത് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നു, ദൈവജനം ഇസ്രായേലികൾ ചെന്ന് ഈജിപ്തിൽ, മിസ്രൈമിൽ അവർ ജീവിക്കുക. അവരവിടെ ജീവിക്കുമ്പം 1-ന്റെ 5-ാം ഇങ്ങനെ പറയുന്നു, ഇൻ ഓൾ ജേക്കബ് ഹാഡ് 70 descendants in Egypt, including Joseph, who was already there. 70 തലമുറകൾ ഉണ്ടായിരുന്നു ജേക്കബിന്. ജോസഫ് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ജോസഫ് ഉൾപ്പെടെ. അപ്പം എങ്ങനെയാ ഇവർ അവിടെ താമസിക്കാൻ വന്നപ്പോൾ ആദ്യം ജോസഫ് വന്നു, ജോസഫിന് കുടുംബമുണ്ടായി. അത് കഴിഞ്ഞ് ജോസഫിൻ്റെ അപ്പനായ യാക്കോബിനെയും സഹോദരങ്ങളെയൊക്കെ അവിടെ പാർപ്പിച്ചു. നോക്കുമ്പം വചനം പറയുന്നു, അവർ എല്ലാവരും കൂടെ ചേർന്ന് 70 പേരുണ്ടായിരുന്നു. സ്തോത്രം. എന്നിട്ട് വചനം എന്നിട്ട് പറയുന്നു, അത് കഴിഞ്ഞ് അവരങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. അവർക്ക് കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, അവരുടെ തലമുറകൾ, അവരുടെ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ. അതിൻ്റെ 7-ാം പറയുന്നു, ഇൻഫാക്ട് ദേ മൾട്ടിപ്ലൈഡ് സോ ഗ്രേറ്റ്ലി ദാറ്റ് ദേ ബിക്കേം എക്സ്ട്രീംലി പവർഫുൾ ആൻഡ് ഫിൽഡ് ദ ലാൻഡ്. അവർ ഗോഷൻ ദേശത്തിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. വചനം അവരെക്കുറിച്ച് പറയുന്നു, അവരെ എണ്ണത്തിൽ പെരുകി. അവരെണ്ണത്തിൽ പെരുകുക മാത്രമല്ല, അവർ ഭയങ്കര ബലവാന്മാരായി. ആ ദേശം അവരുടെ കയ്യിൽ ആയി കഴിഞ്ഞു. ഹല്ലേലൂയ. അവരെ ആർക്കും തടയാൻ പറ്റാത്ത വണ്ണമായി തീർന്നു. ഒടുവിൽ അവിടെ രാജ്യം ഭരിക്കുന്ന രാജാവിന് അവരൊരു ഭീഷണിയായി തീർന്നു. അവർ ആ ദേശത്ത് ഈജിപ്തിലുണ്ടായിരുന്ന രാജാവിന് ഇവരെക്കുറിച്ച് ഒരു ഭയമുണ്ടായി. അതിൻ്റെ ഈ 1-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം, എക്സഡസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ അതിൻ്റെ 8-ാം വാക്യം, 8, 9, 10 വാക്യങ്ങൾ വരുമ്പോൾ അവിടെ ആ രാജാവ്, ആ ഫെറവോൻ രാജാവ് തൻ്റെ ജനത്തിനോട്, തൻ്റെ പട്ടാളക്കാരോടൊക്കെ പറയുക, തൻ്റെ ജനത്തിനോട് പറയുക, ഈ ഫെറവോൻ രാജാവിന് ജോസഫിനെയോ ജോസഫിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല, കുറേ നാളുകൾ കഴിഞ്ഞല്ലേ. അപ്പം പറയുക, കണ്ടോ, ഈ ഇസ്രായേൽ ജനം നമ്മളെക്കാട്ടിലും എണ്ണത്തിൽ പെരുകി. അവർ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ തോപ്പിച്ചിട്ട് അവർ പോകും. യാതൊരു വിധത്തിൽ നമുക്കിവരെ ഇവിടെ ഇങ്ങനെ വളരാനും വർദ്ധിക്കുവാനായിട്ടും നമ്മൾ അനുവദിക്കല്ലേ. 11-ാം വാക്യത്തിൽ വരുമ്പം അവരൊരു ആലോചന കൂടിയിട്ട് അവർ ചെയ്യുന്നത് കണ്ടോ. അവർ ഈജിപ്ഷ്യൻസിനെ, ഇസ്രായേലികളെ ഈ മിസ്രൈമികൾ അവരുടെ ദാസന്മാരാക്കി, അവരുടെ അടിമകളാക്കി. ഹല്ലേലൂയ. അവരുടെ സ്ലേവ്സ് ആക്കി തീർത്തു. 11-ാം വാക്യം. സോ ദി ഈജിപ്ഷ്യൻസ് മെയ്ഡ് ദി ഇസ്രായേലൈറ്റ്സ് their slaves. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ അധികാരികളെ നിയമിച്ചു. ആമേൻ. കണ്ടോ, അവരെ പീഡിപ്പിക്കേണ്ടതിന്, ഹല്ലേലൂയ, അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതിന്, അവരെ പീഡനമേൽപ്പിക്കേണ്ടതിന് അവരുടെ മേൽ അധികാരികളെ ആക്കി വെച്ചു. എന്നിട്ട് ഈ അധികാരികൾ ഇവരെ
ഭയങ്കരമായിട്ട് ഞെരുക്കി ഇവരെ കൊണ്ട് ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒരുപാട് ഭീഷണിപ്പെടുത്തി ശല്യം ചെയ്തു. പക്ഷേ 12-ാം വാക്യം പറയുന്നു, ബട്ട് ദ മോർ ദി ഈജിപ്ഷ്യൻസ് ഒപ്രസ് ദം, ദ മോർ ദ ഇസ്രലൈറ്റ്സ് മൾട്ടിപ്ലൈഡ് ആൻഡ് സ്പ്രെഡ് ആൻഡ് ദ മോർ അലാംഡ് ദ ഈജിപ്ഷ്യൻസ് ബിക്കേം. ഓ ഹല്ലേലൂയ. 12-ാം വാക്യം. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ചു പെരുകി, അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ആമേൻ, സ്തോത്രം. അവരെ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കാൻ തുടങ്ങി, അവരെ ഞെരുക്കും തോറും അവർ പെരുകാൻ തുടങ്ങി, അവരെ ഭീഷണിപ്പെടുത്തും തോറും അവരെണ്ണത്തിലും ഗുണത്തിലും അവർ വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഭീഷണി വന്നപ്പം ഭീഷണിയുടെ നടുവിൽ കിടന്ന് കരയുവല്ല അവർ ചെയ്തത്. ഭീഷണി വന്നപ്പം അവർ ദൈവത്തിലേക്ക് നോക്കി, അവരെണ്ണത്തിലും ഗുണത്തിലും പെരുകാൻ തുടങ്ങി. അവരുടെ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ ഹല്ലേലൂയ ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയണം, ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണം, പെൺകുഞ്ഞുങ്ങളെ മാത്രം ജീവിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനം വന്നപ്പം ദൈവം എന്ത് ചെയ്തു? 2 മിഡ്വൈഫ്സിനെ അവർക്ക് കൊടുത്തു. ആ മിഡ്വൈഫ്സ് ഒക്കെ ഇതെല്ലാം ഒളിച്ചു വെച്ചിട്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിനെ, ആൺകുഞ്ഞുങ്ങളെ ഉണ്ടാവുന്നതിനെയൊക്കെ സുരക്ഷിതമായി വെച്ച് വചനം പറയുന്നു, ഹല്ലേലൂയ, ദൈവം ഇവരെ എല്ലാവരെയും വർദ്ധിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഈ മിഡ്വൈഫ്സിനെയും വർദ്ധിപ്പിച്ചു, ഈ ഇസ്രായേൽ ജനത്തിനെയും വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ഒടുവിൽ ഫറവോന് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഫറവോൻ പറഞ്ഞു, ഉണ്ടാവുന്ന ആൺകുഞ്ഞുങ്ങളെ എല്ലാം വലിച്ച് വെള്ളത്തിനകത്തേക്ക് വലിച്ചെറിയണം, കടലിനകത്തേക്ക്, നൈൽ നദിക്കകത്തേക്ക് വലിച്ചെറിയണം, ഇനി ഒറ്റ ഒരെണ്ണത്തിനെ ജീവിപ്പിക്കാൻ അനുവദിക്കല്ല. പക്ഷെ നമ്മൾ കാണുന്നു ദൈവം തൻ്റെ വാക്കുകൾ മാറ്റമില്ലാത്തവനാ. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യുന്നവനാ. സ്തോത്രം. ഇവർ എണ്ണത്തിൽ പെരുകി, ഇവർ ഗുണത്തിൽ പെരുകി. ഈ ജനത്തിനെ പീഡിപ്പിക്കും തോറും ഇവർ വളരാനും വർദ്ധിക്കാനും തുടങ്ങി. ഇവരുടെ മേൽ ഭീഷണി മുഴക്കിയോടത്തോളം എന്നിട്ടും അവർ പെരുത്തു. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ സ്തോത്രം, ആരെങ്കിലും ഏതെങ്കിലും ഭീഷണിയാൽ, ഏതെങ്കിലും ഞെരുക്കത്താൽ, ഏതെങ്കിലും ഇനി നിങ്ങളെ മുന്നോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന പ്രതിസന്ധികൾ, ശക്തികൾ, വ്യക്തികൾ, അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് മനസ്സിലാക്കണം, ഇത് ഞാൻ പെരുകാൻ പോകുന്ന സീസണാണ്. ഹല്ലേലൂയ. ഞാൻ വർദ്ധിക്കാൻ പോകുന്ന സീസണാണ്. ഹല്ലേലൂയ. എന്നെ ഞെരുക്കിയാലും ഞാൻ ഞെരുങ്ങത്തില്ല, എന്നെ പിടിച്ചു കെട്ടിയാലും ഞാൻ പിടിച്ചു കെട്ടി പോകത്തില്ല. ഹല്ലേലൂയ. എന്നെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. യേശു കർത്താവ് പറഞ്ഞു, കാറ്റ് അതിൻ്റെ പോകുന്ന വഴിയേ അത് പോകും, ആർക്കും കാറ്റിനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. കാറ്റിനെ അവിടെ ഉപമിച്ച് പരിശുദ്ധാത്മാവായിട്ട്. അല്ലേ, ഇന്ന് പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവത്തിനെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയെയും ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. സ്തോത്രം. ഇന്ന് പറയണം, എന്നെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല, എന്നെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല, എൻ്റെ അതിരുകളെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കത്തില്ല, എൻ്റെ ഭാവിയെ ആർക്കും ഒതുക്കി കളയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ വളരും, ഞാൻ വർദ്ധിക്കും, ഞാൻ പെരുകും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ നന്മ ലോകം കാണും. ഹല്ലേലൂയ. എന്നെ എവിടെ ഒതുക്കിയോ അവിടെ ഞാൻ വർദ്ധിക്കും. സ്തോത്രം. അവിടെ ഞാൻ ഒരു അമേസിങ് ഗ്ലോറിയായി തീരും, ഞാൻ അവിടെ ഒരു അമേസിങ് മിറക്കിളായി തീരും. ഈ ജനത്തിന് ദൈവം അനുകൂലമായിട്ട് എത്ര പേരെ കൊടുത്തു. ഹല്ലേലൂയ. നമ്മൾ മോശക്കുഞ്ഞിനെ എന്നിട്ട് നമ്മൾ കാണുന്നു, വാഗ്ദത്തമുള്ള മോശക്കുഞ്ഞ്, അതിനെ എടുത്ത് വെള്ളത്തിൽ ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് എടുത്ത് വെച്ച് അതിനെ വെള്ളത്തിൽ ഒഴുക്കി വിടുന്നു. പക്ഷെ കർത്താവ് ചെയ്ത ഒരു അത്ഭുതം കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം രാജാവിൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് വന്നു വാഗ്ദത്തമുള്ള മോശയെ വളർത്തിയെടുക്കുവാൻ. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള മോശയെ വളർത്തിയെടുക്കുവാൻ മാത്രമല്ല, തൻ്റെ സ്വന്തം അമ്മയ്ക്ക് ഹല്ലേലൂയ ശമ്പളം കൊടുത്ത് ഫെറവോൻ്റെ മകളെ വെച്ചു. എന്തിനാ? കുഞ്ഞിന് പാല് ഊട്ടാനായിട്ട്. ഇങ്ങനെ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞെരുക്കി കളയാൻ വന്ന ജനം ഹല്ലേലൂയ അവര് ഒരു വ്യക്തിയോട് അനുകൂലം കാണിച്ചിട്ട് അതിനെ നശിപ്പിച്ച് കളയാതെ അതിനെ വളർത്തുക മാത്രമല്ല, ഹല്ലേലൂയ ശത്രുവിൻ്റെ കൊട്ടാരത്തിൽ ദൈവവിളിയുള്ള മോശ വളരുന്നു. ഓ ഹല്ലേലൂയ. സ്തോത്രം. ആ ദേശത്ത് പഠിക്കേണ്ട എല്ലാ അഭ്യാസങ്ങളും മോശ പഠിച്ച് എടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ജനത്തിനെ നയിക്കുവാൻ വേണ്ടി ദൈവം
എന്നിട്ട് അതിനെ ഓരോ വിധത്തിലും അതിനെ ഒരുക്കിയെടുക്കുന്നു. സ്തോത്രം. എന്നിട്ട് അത് മാത്രമല്ല, ഈ കൊച്ചു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ അവൻ്റെ അമ്മയ്ക്ക് പണവും കൊടുക്കുന്നു. ആരും അറിയാതെ കർത്താവ് ചെയ്യുന്ന അത്ഭുതം. നമ്മൾ പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പം അപ്പോൾ ഒരു ജനത്തിനെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ ആ ജനത്തിനെ ഒതുക്കാൻ പറ്റിയില്ല. പകരം ഹല്ലേലൂയ ഒതുക്കാൻ ചെന്നവർ അറിയാതെ ഹല്ലേലൂയ അവർ ഈ ജനം വർദ്ധിക്കുവാനും അവർ ബലപ്പെടുവാനും അവരുടെ വിളിക്കകത്തേക്ക് വരുവാനും അറിയാതെ ശത്രു അവരെ സഹായിക്കുമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ ഹല്ലേലൂയ ദൈവസഭ വലിയ പ്രതിസന്ധി ഫേസ് ചെയ്തു. 8-ന്റെ 1-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, എ ഗ്രേറ്റ് വേവ് ഓഫ് persecution began that day, sweeping over the church in Jerusalem, and all the believers except the apostles were scattered through the regions of Judea and Samaria. 1-ാം വാക്യം 8-ന്റെ 1. ഒരു വലിയൊരു പ്രതിസന്ധി. സ്തഫാനോസിനെ കൊല ചെയ്ത് അതിന്റെ അടുത്ത വാക്യം ഒരു വലിയ അന്ന് യെരുസലേമിലെ സഭയ്ക്കൊരു വലിയ ഉപദ്രവം നേരിട്ടു. എന്നിട്ട് അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ പിന്മാറിപ്പോയി. 4-ാം വാക്യം, ഈ ചെതറിപ്പോയ വിശ്വാസികൾ ചെയ്ത ഒരു കാര്യമുണ്ട്. അവരെന്ത് ചെയ്തു? 4-ാം വാക്യം, ചെതറിപ്പോയവർ അവര് വചനം സുവിശേഷിച്ചു. ഹല്ലേലൂയ. ശത്രു ഒരുക്കി വെച്ച പദ്ധതി നന്മയ്ക്കായിട്ട് തന്നെ തീർന്നു. ഹല്ലേലൂയ. തിന്മയ്ക്കായിട്ടാ ശത്രു ഒതുക്കിയത്, സഭയെ കൊന്നൊതുക്കുവാൻ, സഭയെ ചെതറിച്ചു കളയുവാൻ. പക്ഷെ ശത്രു ഒരുക്കിയ ആ ചെതറിപ്പ് ഏറ്റവും ബെസ്റ്റായി തീർന്നു. എന്നാ വെച്ചാൽ വചനം പറയുന്നു, ഈ വിശ്വാസികൾ പോയ വഴിയിലെല്ലാം അവർ സത്യസുവിശേഷം പറഞ്ഞു. സഭ എണ്ണത്തിൽ പെരുകി, സഭ വർദ്ധിച്ചു. ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം എത്തുവാനായിട്ട് ഇതൊരു മുഖാന്തരമായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ഉറപ്പോടെ പറയട്ടെ, ഇന്ന് ഏതെങ്കിലും സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ടോ? അത് നിങ്ങളുടെ തിന്മയാണ്, അത് നിങ്ങൾക്ക് നിരാശ കൊണ്ടിരുന്നു, നിങ്ങളെ അത് വേദനിപ്പിക്കുന്നു. അയ്യോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം, അല്ലെങ്കിൽ എൻ്റെ കൂടപ്പറപ്പിൻ്റെ ജീവിതം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? ഇന്ന് വിഷമിക്കേണ്ട. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളെ ഒതുക്കാൻ വേണ്ടിയായിരിക്കും ശത്രു അത് ഒരുക്കിയത്. പക്ഷേ നിങ്ങൾ ഒതുങ്ങുന്നതിന് പകരം നിങ്ങൾ പെരുകും. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ ഒതുങ്ങിപ്പോകത്തില്ല, ഞാൻ പെരുകും. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഒതുങ്ങിപ്പോകത്തില്ല, എൻ്റെ ജീവിതം വർദ്ധിക്കും, എൻ്റെ ജീവിതം പെരുകും. എൻ്റെ ജീവിതം ഒരു അത്ഭുതമായി തീരും. സ്തോത്രം. ഒതുക്കാൻ വന്നതിനെ ഞാൻ ഒതുക്കി വിടും. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ തന്നെ പറയണം. യേശു കർത്താവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്, യേശു കർത്താവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ട്, എന്നെ ഒതുക്കാൻ വന്നതിനെ ഞാൻ ഒതുക്കി മെരുക്കി ഞാൻ ഇല്ലായ്മപ്പെടുത്തി കളയും. ഹല്ലേലൂയ. സ്തോത്രം. ശത്രുവിൻ്റെ സകല ആയുധത്തിൻ്റെ മൊന ഒടിക്കാൻ വേണ്ടിയാ എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ല. ജീവിത സാഹചര്യം പ്രതീക്ഷിക്കുന്നത് അല്ലാത്ത വണ്ണം ആവുമ്പോൾ അവിടെ ഇരുന്ന് കരഞ്ഞ് അയ്യോ കഷ്ടമായിപ്പോയി, ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് കണ്ണും മിഴിച്ച് ഭയന്നിരിക്കാൻ വേണ്ടിയല്ല. വന്ന് ആ ശത്രുവിൻ്റെ ആയുധത്തിൻ്റെ മൊന ഒടിച്ച് കളയാൻ വേണ്ടിയാ ഹല്ലേലൂയ നമ്മളെ വിളിച്ചിരിക്കുന്നത്. വചനം പറയുന്നു, നിനക്കെതിരായ ഒരു ആയുധവും ഫലിക്കത്തില്ല. എന്താ ഫലിക്കാതെ പോകുന്നത്? വിളിച്ചു പറയണം, എൻ്റെ ഉള്ളിൽ യേശു കർത്താവ് ഉള്ളത് കൊണ്ട്, എൻ്റെ ഉള്ളിൽ യേശു ഉള്ളത് കൊണ്ട് എന്നെ ശൂന്യമാക്കാൻ വന്നത് ഹല്ലേലൂയ അതെൻ്റെ നന്മയ്ക്കായി തീരും. അവിടെ ഞാൻ വർദ്ധനവ് അനുഭവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം ജെനസിസ് അതിൻ്റെ 26-ാം വാക്യത്തിനകത്തേക്ക് വരാം. സ്തോത്രം. ഹല്ലേലൂയ. 26-ാം അധ്യായത്തിനകത്തേക്ക് വരാം. 26-ാം അധ്യായത്തിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം അതിനകത്ത് ഇസഹാക്കിനെ കുറിച്ച് പറയുന്നു. ഇസഹാക്കിൻ്റെ കാലത്ത് ഒരു കൊയ്ത്ത് നടക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പം അവിടെ
ഫിലിസ്തീയർ വന്നിട്ട് ഇസഹാക്കിനെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇസഹാക്കിൻ്റെ നന്മയെ കവർന്നെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ കാണുന്നു ദൈവം ഒരു അത്ഭുതം ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. എവിടെ ഈ ഇസഹാക്കിൻ്റെ നന്മയെ എടുക്കാനായിട്ട് ശ്രമിച്ചോ അവിടെ നമ്മൾ പറയുന്നു, അവിടെ നമ്മൾ കാണുന്നു സ്തോത്രം, ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. 15-ാം വാക്യം ഉൽപ്പത്തി പുസ്തകം 26:15 നമ്മൾ കാണുന്നു, ഇസഹാക്കിൻ്റെ നന്മ കണ്ടിട്ട് ഇസഹാക്കിൻ്റെ കിണറിനെ ശത്രു അങ്ങോട്ട് നിറയ്ക്കാൻ തുടങ്ങി. അവരെങ്ങനെയാ മണ്ണും കൊണ്ട് നിറച്ചു മൂടാൻ തുടങ്ങി. ഈ നന്മയൊന്നും അവർക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല, കണ്ണുകടിച്ചു. അപ്പം ഫിലിസ്തീയർ വന്നിട്ട് ഇസഹാക്കിൻ്റെ കിണറിനെ അഴുക്കും കൊണ്ട് നിറച്ചു. സ്തോത്രം. ഇനി ഇതിനകത്തുനിന്ന് നല്ല വെള്ളം വരല്ല്. പക്ഷേ ഇസഹാക്ക് എന്ത് ചെയ്തു? ഇസഹാക്ക് വീണ്ടും 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 കിണർ കുഴിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. കിണർ കുഴിച്ച് പോകുന്നിടത്തെല്ലാം കിണർ കുഴിച്ചു, കൃഷി ചെയ്തു, കിണർ കുഴിച്ചു, കൃഷി ചെയ്തു, കിണർ കുഴിച്ചു, കൃഷി ചെയ്തു. ഹല്ലേലൂയ. ഇസഹാക്ക് വളർന്ന് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ദൈവം ചെയ്തത് ഈ ശത്രുവായിട്ട് നിന്നവരെ അനുകൂലമാക്കി തീർത്തു. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം, ദൈവം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒതുക്കാൻ വരുന്നവനെ ഒതുക്കി വിടും. സ്തോത്രം. ഇന്ന് പറയണം, എൻ്റെ ജീവിതത്തിൽ എനിക്കെതിരായി പണിയാൻ വന്നതിനെ ദൈവം പണിതു വിടും. സ്തോത്രം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കുന്ന ഓരോ വിഷയത്തിനെ കാണുമ്പോൾ അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് കർത്താവിന് ആരാധന കൊടുത്തിട്ട് വിളിച്ചു പറയണം, ഹല്ലേലൂയ, ഞാൻ ഒതുങ്ങി പോകത്തില്ല, ഞാൻ തീർന്നു പോകത്തില്ല, ഞാൻ നശിച്ചു പോകത്തില്ല. എന്നെ നശിച്ചു പോകാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്, എന്നെ ജയാളിയാക്കാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഞാൻ ജയാളിയാകും, ഞാനൊരു അത്ഭുതമാകും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് വർധനവ് തന്നെ ഞാൻ കാണും. സഭയുടെ എതിരെ വന്ന ആ പ്രതിസന്ധി, അവരൊക്കെ കരഞ്ഞു കൂവി എല്ലാം മടക്കി വെച്ചിട്ടിരിക്കേണ്ടതായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ പോയ വഴിയിലെല്ലാം അവർ കർത്താവിനെ ഘോഷിച്ചു. ഹല്ലേലൂയ. നമ്മൾ കാണുന്നു സഭ വളർന്ന് എണ്ണത്തിലും ഗുണത്തിലും പെരുത്തു. ഹല്ലേലൂയ. ഇന്ന് പ്രതിസന്ധി ഉണ്ടോ? പ്രതിസന്ധിയെ നോക്കിയിട്ട് പറയണം, ഞാൻ നിന്നെ വിഴുങ്ങിക്കളയുമെന്ന് പറയണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിൻ്റെ മേൽ കയറി നിന്ന് ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. ഇന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്തെ പ്രതിസന്ധികളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? ഞാൻ പറയാം, ആ പ്രതിസന്ധിയുടെ മേളിൽ കയറി നിങ്ങൾ ആരാധിക്കുക. ഹല്ലേലൂയ. ആ പ്രതിസന്ധിയുടെ പ്രതികൂലത്തിൻ്റെ മേളിൽ കയറി നിന്ന് ആരാധിക്കുമ്പോൾ കർത്താവ് വലിയ അത്ഭുതം ചെയ്യുന്നത് കാണാൻ ഇടയായിത്തീരും. സ്തോത്രം. ഇന്ന് പറയണം, ഞാൻ എൻ്റെ അത്ഭുതം കാണും, ഞാൻ എൻ്റെ വിടുതൽ കാണും, ഞാൻ എൻ്റെ അത്ഭുതം കാണും. സ്തോത്രം. ഞാൻ മഹാ അത്ഭുതം ഞാൻ കാണും. ഹല്ലേലൂയ. ഞാൻ ആ രോഗം മാറുന്നത് കാണും, ഞാൻ ആ സാമ്പത്തിക ഞെരുക്കം തീർന്നു പോകുന്നത് കാണും. ഹല്ലേലൂയ. അത് ഈ ദിവസങ്ങളിൽ സംഭവിക്കും. ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഇസഹാക്ക് എന്ത് ചെയ്തു? ഇസഹാക്ക് കിണർ കുഴിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രതിസന്ധി കാണുമ്പോൾ സ്തോത്രം, അവിടെ പറയണം, ഞാൻ ആരാധിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ ഒരു അത്ഭുതം കാണും. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. മഹാ അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായത്. ഹല്ലേലൂയ. വിശ്വസിക്കണം, മുന്നേറണം. കർത്താവ് ജയം കയ്യിൽ തരുക തന്നെ ചെയ്യും. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്നൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഏതെങ്കിലും വലിയ പ്രതിസന്ധി ഞെരുക്കിക്കളയുന്ന വിഴുങ്ങിക്കളയുന്ന വണ്ണം ഉള്ള പ്രതിസന്ധിയുടെ മുമ്പിലാണോ ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും നിൽക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ അവരുടെ പ്രതിസന്ധി മാറിപ്പോയി അവിടെ വലിയ അത്ഭുതം കാണാൻ ഇടയാകണം. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി അവരെ വിഴുങ്ങാൻ വന്നോ, ഹല്ലേലൂയ, ആ പ്രതിസന്ധിയെ ഇവർ വിഴുങ്ങിയിട്ട് സ്തോത്രം അവിടെ വലിയ അത്ഭുതം കാണാൻ ഇടയാകണം. ഇന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർക്ക് ആ കുഞ്ഞുങ്ങളെ ഓർത്ത് സന്തോഷിക്കുവാൻ വക കൊടുക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ നടുവിൽ നിൽക്കുന്നവർക്ക് ലോകരാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കത്തക്കവണ്ണം അവരുടെ കൈകളിൽ അങ്ങ് നന്മകളും കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. സകല പ്രതിസന്ധിയുടെ മേളിൽ കയറി നിന്ന് ആരാധിക്കാൻ കൃപ കൊടുക്കുന്നതിനായി നന്ദി. ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കർത്താവിനെല്ലാം മഹത്വവും സകല ആരാധനയും യേശുവിന് മാത്രം.